കൈരളി ടി വി പുറത്തുവിട്ട കുഞ്ഞു ബേസിൽ അശ്വമേധത്തിൽ പങ്കെടുക്കുന്ന വീഡിയോ ഇതിനോടകം യൂട്യൂബിൽ വൈറലായി കഴിഞ്ഞു. ഏറെ നാളായി അന്വേഷിച്ച വീഡിയോ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ബേസിലും ബേസിലിൻ്റെ ചേച്ചിയുമെല്ലാം. ബേസിലിനെ അഭിനന്ദിച്ചും ട്രോളിയും സോഷ്യൽ മീഡിയ ഇതൊരു ആഘോഷമാക്കുകയാണ്. ടൊവിനോ ബേസിൽ യൂണിവേഴ്സിൽ സംഭവിക്കുന്ന അബദ്ധങ്ങൾ എപ്പോഴും പ്രേക്ഷകർ ആഘോഷിക്കാറുണ്ട്. അങ്ങനെ ഒരു പടക്കത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് ഈ വീഡിയോ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞു ബേസിൽ അമ്മമാരുടെ എക്കാലത്തെയും സുന്ദരൻ ഹെയർ സ്റ്റൈലിൽ നല്ലപോലെ എണ്ണയൊക്കെ തേച്ച് ഒരു വശത്തേക്ക് വകഞ്ഞു വയ്ക്കുന്ന അന്തക്കാലത്തെ ട്രെൻഡിങ് ഹെയർ സ്റ്റൈൽ. അശ്വമേധത്തിൽ പങ്കെടുത്ത വീഡിയോ വന്നതിന് ശേഷം ആശാൻ എയറിലാണ്. സംഗതി കൈവിട്ട് പോയില്ലേ. ആദ്യം ടൊവിനോ വന്നു, പിന്നെ രമേശ് ഏട്ടൻ വന്നു, പിന്നെ എല്ലാവരും കൂടി കമൻറ്റ് ബോക്സ് അങ്ങ് പൂര പറമ്പാക്കി. ആ 9 വയസ്സുകാരൻ്റെ കോൺഫിഡൻസും ഇൻ്റലിജൻസും എടുത്തു പറയണം. ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായുള്ള ഉത്തരങ്ങൾ. അപ്പോഴാണ് ബേസിലിൻ്റെ ചേച്ചിയുടെ വാക്കുകൾ എത്ര ശരിയാണെന്ന് തോന്നുന്നത്. ചെക്കൻ പണ്ടേ പുലിയാണ്. കുഞ്ഞ് ബേസിലിൻ്റെ ഉള്ളിൽ അന്നുണ്ടായിരുന്നത് ഇന്ത്യ കണ്ട മികച്ച നർത്തകനായ ഉദയ് ശങ്കർജി ആയിരുന്നു. ആ 9ാം ക്ലാസ്സുകാരൻ്റെ മനസ്സിൽ ഉദയ് ശങ്കർ എന്ന മനുഷ്യന് വരണമെങ്കിൽ ആ പയ്യൻ കലയെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടാവും. ഈ കോലാഹലങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതിലൊന്നും തളരുന്നവനല്ലടാ, ഇത് അജേഷാടാ, ഇത് ബേസിലാടാ, എന്നെ ട്രോളാൻ എനിക്ക് ഒരാളുടെയും ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അതാ വരുന്നു ബേസിലിൻ്റെ ഒരു പോസ്റ്റ്. അശ്വമേധം മാത്രമല്ല, ലേശം സംഗീതവും വശമുണ്ടെന്ന് താരം. ഫോട്ടോ ഇട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ, ഒരൊറ്റ പോക്കായിരുന്നു. പിന്നെ ട്രോളുകളായി, റീലുകളായി, അങ്ങനെ എയറിൽ നിന്ന് ഇറങ്ങാനാവാതെ ബേസിൽ. മീൻ വൈൽ കൈരളി, മാമനോടൊന്നും തോന്നല്ലേ മക്കളെ, ഇതൊരു തുടക്കം മാത്രം.